എല്ലാ രാഷ്ട്രീയ സംഭവവികാസങ്ങൾക്കും ഒടുവിൽ തമിഴ് മക്കളുടെ തലൈവരായി വിജയ് ഇതാ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. ഇന്ന് ചെന്നൈയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ സി ജോസഫ് വിജയ് എന്ന ഞാൻ അങ്ങനെ പറഞ്ഞു തുടങ്ങിയാണ് വിജയ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. ഗവർണറാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തിരിക്കുന്നത്. മുഖ്യമന്ത്രിയായി ചുമതല ഏറ്റിരിക്കുകയാണ്. തമിഴ്നാടിന്റെ DMKയും അതോടൊപ്പം തന്നെ AIADMKയുടെയും എല്ലാ സർവ്വരാഷ്ട്രീയാധിപത്യങ്ങളും തകർത്തുകൊണ്ട് TVK ഒരു ചരിത്രപരമായ ഒരു നീക്കം ഇന്ന് തമിഴ് മണ്ണിൽ നടത്തിയിരിക്കുന്നു. 5 ദിവസം നീണ്ടുനിന്ന രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾക്കും ഗവർണറുമായുള്ള നിർണായകമായ കൂടിക്കാഴ്ചകൾക്കും സഖ്യകക്ഷികളുമായുള്ള ചർച്ചകൾക്കും ഒടുവിൽ തമിഴകം വെട്രിക്കഴകം അധ്യക്ഷൻ തമിഴ്നാട് മുഖ്യമന്ത്രിയായി അധികാരമേറ്റിരിക്കുകയാണ്. ജവഹർലാൽ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തുടങ്ങിയവർ പങ്കെടുത്തിരിക്കുന്നു. ചെന്നൈ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ വിജയ്ക്കൊപ്പം 9 മന്ത്രിമാരടങ്ങുന്ന കോർ ടീമും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയാണ്. സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ വേദിയിൽ വിജയ്ക്കൊപ്പം രാഹുൽ ഗാന്ധിയുമുണ്ട്. കൂടാതെ നടി തൃഷയും വിജയ്ക്കൊപ്പം ആ സ്റ്റേജിൽ തന്നെ ഉണ്ട് എന്ന വാർത്തകളും പുറത്തേക്ക് വരുന്നുണ്ട്. മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് 9 പേരാണ്. അതായത് AN ആനന്ദ്, ആദവ് അർജുൻ, KA സൈക്കോഡയൻ, KG അനുരാജ്, P വെങ്കട്ടരമണൻ, R നിർമ്മൽകുമാർ, രാജ്മോഹൻ, TK പ്രഭു, S കീർത്തന എന്നിവരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. വന്ദേ മാതരം പാടിത്തുടങ്ങിയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിന് ആരംഭം കുറിച്ചത്. തമിഴ്നാട് മുഖ്യമന്ത്രിയായി വിജയ് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനായി രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സദസ്സിലെത്തിയിരുന്നു. ഏതാനും നിമിഷങ്ങൾക്ക് അകം തന്നെ സത്യപ്രതിജ്ഞ തുടങ്ങി. 1 മണിക്കൂറിന് മുമ്പേ, അതായത് 10 മണിക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് പറഞ്ഞിരുന്നത്. പക്ഷെ അതിൽ നിന്നും 1 മണിക്കൂറിന് മുമ്പേ, ഏകദേശം ഒരു 9 മണി കഴിഞ്ഞതോടുകൂടി വിജയ് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ എത്തി എന്നതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഒരു വ്യത്യസ്തമായ വസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ടാണ് വിജയ് ഇന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങിനായി എത്തിയത്. അതായത് കോട്ടും സൂട്ടും ധരിച്ചാണ് വിജയ് സദസ്സിലെത്തിയത്. സത്യപ്രതിജ്ഞാ ചടങ്ങിലെത്തിയ ഗവർണറെ പൊന്നാട അണിയിച്ച് സ്വീകരിക്കുന്ന ഒരു കാഴ്ചയുമുണ്ടായി. സദസ്സിൽ വൻ ആരവമുണ്ട്. ഏകദേശം 5000 പേർക്ക് ഇരിക്കാവുന്ന തരത്തിൽ പാസ് ഒക്കെ വെച്ചിട്ട് അതീവ സുരക്ഷിതമായിട്ടാണ് പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം ആളുകളെ കയറ്റിവിടുന്നത്. പക്ഷേ 5000-ൽ പരം കൂടുതൽ ആളുകൾ അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ സന്നാഹങ്ങളുണ്ട്. ഒരു തരത്തിലുമുള്ള അപകടങ്ങളൊന്നും ഉണ്ടാകാതെ ഇരിക്കാനുള്ള ഒരു കർശനമായ നിർദ്ദേശം തമിഴ്നാട് പോലീസിന്റെ ഭാഗത്തു നിന്ന് അവരെടുത്തിട്ടുണ്ട്. ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയത് 1000-ൽ കൂടുതൽ ആളുകളുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. തമിഴ്നാടിന്റെ പുതിയ മുഖ്യമന്ത്രി വിജയ്ക്ക് അഭിനന്ദനങ്ങളുമായി MK സ്റ്റാലിൻ ഇപ്പോൾ വന്നിരിക്കുകയാണ്. തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി വിജയ്ക്ക് അഭിനന്ദനങ്ങൾ. DMK സഖ്യകക്ഷികളുടെ സഹായത്തോടെ അദ്ദേഹത്തിന് മന്ത്രിയാകാൻ കഴിഞ്ഞു. നമ്മുടെ നേതാവ് MK സ്റ്റാലിന് ഒരു ഭരണഘടനാ പ്രതിസന്ധി വേണ്ടെന്നും വിപുലമായ കൂടിയാലോചനയ്ക്ക് ശേഷം സഖ്യകക്ഷികൾ TVKയുമായി കൈകോർക്കാൻ തീരുമാനിച്ചു എന്നും MK സ്റ്റാലിൻ കുറിച്ചിരിക്കുകയാണ്. TVKയുടെ 107 MLA-മാരിൽ പാർട്ടി അധ്യക്ഷൻ ഉൾപ്പെടെ 93 പേരും കന്നി പോരാട്ടത്തിൽ വിജയിച്ച ആദ്യകാല നിയമസഭയാണിത്. എന്നാൽ വെറും 8 MLA-മാർക്ക് മാത്രമേ മുമ്പ് നിയമസഭാ അംഗങ്ങളായിരുന്ന പരിചയമുണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം പുതുമുഖമാണ്. മുൻ VCK ഭാരവാഹി ആദവ് അർജുൻ, മുൻ BJP അണ്ണാ DMK ഭാരവാഹി R നിർമ്മൽകുമാർ, മുൻ DMK അംഗം RS മുരുകൻ, മുൻ നിയമസഭാ സ്പീക്കർ V ധനപാലിന്റെ മകനും 2024-ൽ അണ്ണാ DMKയുടെ നീലഗിരി ലോക്സഭാ സ്ഥാനാർത്ഥിയുമായിരുന്ന ലോകേഷ് തമിഴ് സെൽവൻ എന്നിവരും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്.